ഫതുഹുൽ മുബീന്റെ 51-ാമത്തെ സദഖ്. ഖാലൽ ഖുർത്തുബിയു, ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, വദലീലുൽ ഹില്ലി, ഹലാലിന്റെ ദലീൽ എന്താ? അന്ന ശറഅ അഖ്റജഹ മിൻ ഖിസ്മിൽ ഹറാമി, ഹറാമിന്റെ അംശത്തിൽ നിന്ന് ശറഅ ഹലാലിനെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാല് ഹറാമിന്റെ ഓഹരിയിൽ അത് തൊടൂല. ഹറാമ് വേറെ ആയിട്ടും ഹലാല് വേറെ ആയിട്ടും നിൽക്കും. അപ്പൊ ഹറാമിന്റെ ഏതെല്ലാം വകുപ്പുണ്ടോ, ഓഹരിയുണ്ടോ, അതേ ഇനത്തിൽ നിന്ന്, അതേ ഓഹരിയിൽ നിന്ന് ശറഅ ഹലാലങ്ങ് പുറപ്പെടുവിച്ചു. അതന്നെയാണ് ഹലാലിന്റെ ദലീൽ എന്നാണ്. വഅശറ ഇലാ അന്നൽ വറഅ, നിശ്ചയമായിട്ടും വറഅ എന്ന് പറഞ്ഞാല് തെറുക്കുക, അത് ഉപേക്ഷിക്കുക, ഹലാലിനെ. ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ തെറുക്കുക എന്ന് പറഞ്ഞാല് ശുബ്ഹ, ആ ശുബ്ഹയായതിനെ ഉപേക്ഷിക്കലാണ്. നബി തങ്ങളുടെ വാക്കതിന് തെളിവാണ്. ആ വാക്കുകൊണ്ട് തന്നെ ആ ശുബ്ഹയായതിനെ ഉപേക്ഷിക്കണം എന്നതിലേക്ക്, ഉപേക്ഷിക്കലാണ് വറഅ സൂക്ഷ്മത എന്നതിലേക്ക് ഇശാറത്ത് ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട്. ദഅമാ യരീബുക ഇലാ മാ ലാ യരീബുക, നിനക്ക് സംശയമില്ലാത്തതിലേക്ക് സംശയമുള്ളതിന് ഒഴിവാക്കുക. അപ്പൊ ഉറപ്പ് ഏതാണോ അതെടുക്കുക, സംശയമുള്ളതൊക്കെ ഒഴിവാക്കുക. അത് റസൂൽ പറഞ്ഞില്ലേ. അതിന് മനസ്സിലാവുന്ന എന്താണ്? ശുഭമൊക്കെ ഒഴിവാക്കുക, അതാണ് വറഅ എന്നാണ്. അതിലേക്ക് റസൂലുള്ളാഹിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് ഖുർത്തുബി തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ശുബ്ഹ, ഹറാമിന്റെ ഓഹരിയിൽ നിന്ന് ശുബ്ഹനെ പുറപ്പെടുവിച്ചിട്ട് വരുമ്പോ അത് ഹലാലിന്റെ ദലീലായിട്ട് മാറും. ഹലാൽ അതിൽ പെടുന്നില്ല, ഹറാമത് വേറെ. ശുബ്ഹ അത് അല്ലാത്ത, രണ്ടും അല്ലാത്തതാണല്ലോ. അപ്പൊ ശുബ്ഹ ഉപേക്ഷിക്കലാണ് വറഅ എന്ന് മനസ്സിലാക്കാം. യമൻ അബ്ബറ ബിഅന്നഹ ഹലാലുൻ യതവറഉ അൻഹാ, ശുബ്ഹ എന്ന് പറഞ്ഞാൽ ഹലാലാണ്, അതിനെ തൊട്ട് സൂക്ഷ്മത പാലിക്കണം. ആ വിധത്തിന് ഹലാലാണെന്ന് ആരെങ്കിലും ഇബാറത്തിട്ടാലോ, ആ ഇബാറത്തിട്ടവരുടെ ഉദ്ദേശം അറാദ ബിൽ ഹലാലി, ഹലാൽ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മുത്ലഖുൽ ജായിസ് ഷാവിൽ മക്റൂഹ്, കറാഹത്താക്കപ്പെട്ടതിനെ ഉൾപ്പെടുത്തുന്ന വിധത്തിൽ ജായിസായ സംഗതി എന്നതാണ് ഹലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നവരുന്ന. അപ്പോ ഹലാല് ആണ് ശുബ്ഹ, അതിനെ സൂക്ഷ്മത പാലിക്കലാണ് ഉപേക്ഷിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശം കറാഹത്തും കൂടി ഉൾപ്പെടുത്തുന്ന വിധത്തിൽ ജായിസ്, മുത്ലഖൻ ജായിസ് എന്നാണ് ഹലാലോട് ഉദ്ദേശം. അതെന്താ? ബി ദലീലി ഖൗലി യതവറഉ അൻഹാ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ദലീല് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാണെന്താണ്? മക്റൂഹിനെയും ഉൾപ്പെടുത്തുന്ന മുത്ലഖൻ ജായിസാണ് ഹലാലെന്ന് ഉദ്ദേശിക്കാം. അല്ലാതെ ലൽ മുബാഹുൽ മുസ്തവി അത്തൊറഫൈനി, ഹലാലും ഹറാമും രണ്ടും കൂടി സമമായി വരുന്നൊരു മുബാഹ് അല്ല. ഹറാമും കറാഹത്തും ഹലാലും കൂടി തമ്മിൽ എന്താണ്? സമമായി വരുന്ന ഒന്നല്ല. കാരണം അന്നഹുല്ലാ യതസവ്വറു ബി വറഉൻ മാദാമ മുസ്തവിയൈൻ. അപ്പൊ അങ്ങനെയാണ്, ഹറാമും ഹലാലും രണ്ടും കൂടി സമമായി വരികയാണെങ്കിൽ അവിടെ അതിനെ തൊട്ട് സൂക്ഷ്മത പാലിക്കുന്നതിന് തസവർ ആകുന്നില്ലല്ലോ. അതുകൊണ്ടാണ് രണ്ടു തർഫും സമമായി നിൽക്കുന്ന ഹലാലല്ല എന്ന് പറഞ്ഞു. രണ്ട് തർഫിൽ ഏതെങ്കിലും ഒന്ന് റാജിയായി നിന്നാൽ അതിനെതിരെ. അപ്പൊ വൈന്നോയിങ്കാല റാജിഹു തെർക്ക, ഉപേക്ഷിക്കലാണ് തെർക്ക് എങ്കിൽ അവിടെ ഉപേക്ഷിക്കലാണ് റാജിയായിട്ട് നിൽക്കുന്നത്, എടുക്കലല്ല. എന്നാ പിന്നെ അത് കുരിയ കറാഹത്താന്ന് പറയാം. അവിൽ ഫിഅല, അല്ലെങ്കിൽ മുൻതൂക്കമായി നിൽക്കുന്നത് അത് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ നുദിബ സുന്നത്തുമായി, ഇങ്ങനെ ഹലാൽ അർത്ഥം വരാറ്. അപ്പൊ സുന്നത്തും കറാഹത്തും രണ്ടും കൂടി സമമായി വരുന്ന ഹലാലല്ല എന്നാണ്. പിന്നെന്താണ്? രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തറജ്ജുഹായി നിൽക്കുകയാണെങ്കിൽ പ്രവർത്തിക്കണമെന്ന് റാജിഹായിട്ട് സുന്നത്ത് കൂട്ടാം, ഉപേക്ഷിക്കണം എന്നുള്ളത് റാജിയെങ്കിൽ കറാഹത്ത്. ഇങ്ങനെയാണ് ഇതിനെതിരായിട്ട്. അപ്പൊ അവിടെ റാജിഹായി, അപ്പൊ മുസ്തവി അല്ല. ഈ റാജിഹായത് അല്ലാത്ത മുസ്തവിയായി നിൽക്കുന്നത് റാജി ഏതാന്ന് മനസ്സിലാവില്ല. അത്തരം കാര്യങ്ങൾ
വരുമ്പോ രണ്ടും മുസ്തവിയാകുമ്പോ പിന്നെ അവിടെ ഇല്ല. അപ്പൊ അതല്ലാത്തതായ രീതിയിലുള്ള മുസ്തബഹായിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഉപേക്ഷിക്കണം എന്നാണ്. ലാ യുഖാലു പറയപ്പെടാൻ പറ്റൂല വസല്ലല്ലാഹു അലൈഹി വസല്ലമ വഅക്ബറു അസ്ഹാബി സഹദു ബിത്തനഅമി ബിൽ മഅ്കലി വഗൈരി മഅബാതിഹി. ഹലാലായ സംഗതി ഉണ്ടായിരിക്കെ അതോടൊപ്പം തന്നെ ഭക്ഷണമല്ലാത്ത വസ്ത്രം എന്നീ പോലെയുള്ള കാര്യങ്ങളിലേക്ക് സുഖം അനുഭവിക്കുക എന്ന വിഷയത്തിൽ നബിയും അധിക സ്വഹാബാക്കളും സാഹിദീങ്ങളായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റൂല. ഓരത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇബാഹത്തു നിശ്ചയമായിട്ട് നമ്മൾ അത് ഹലാലാക്കുക എന്നതിനെ തടയുന്നത് എന്തുകൊണ്ടാ? അന്നഹും ഇന്നമാ സഹദു ഫി മുതറജ്ജിഹി തർക് ശർഅൻ. ശർഇൽ റാജി തെറുക്കിനെ റാജിയാക്കുന്ന കാര്യത്തിൽ അവർ സാഹിദായി എന്ന് പറഞ്ഞും കൊണ്ടാണ് നമ്മൾ തടയുന്നത്. അല്ലാതെ പിന്നെന്തല്ല, ഇടുക്കർ റാജിയാക്കിയതിനെ തടയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇബാദത്ത് ഉണ്ടെങ്കിൽ അത് സുഖിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിൽ സാഹിദല്ല. ഉപേക്ഷിക്കലാണ് റാജിയാക്കുന്ന സറയിലെങ്കിൽ അവിടെ സാഹിദായിനെ പറയുള്ളൂ. ആ നിലക്കുള്ള എന്താണ് ഹലാലുണ്ടെങ്കിൽ ഉപേക്ഷിക്കുന്ന അർത്ഥം. വാദിഹി ഹഖീഖത്തുൽ മക്റൂഹ്, ഇതന്നല്ലേ ഖറാഅത്തിന്റെ ഹഖീഖത്തും. ഖറാഅത്ത് എടുക്കാനുള്ളതല്ല, ഉപേക്ഷിക്കാനുള്ളതല്ലേ. ലാകിന്നഹു താറത്തൻ യക്റഹു ശറഉ ലിദാതി. ചിലപ്പോൾ മക്റൂഹ് ആയത് ദാത്തിന് വേണ്ടി തന്നെ ശറഅ് വെറുക്കും. അങ്ങനത്തെ ഒന്നുണ്ട് മക്റൂഹ്. അത് ഏതുപോലെയൊക്കെ അക്കലി മതൂഖി തസ്മിയത്തി ഇന്ധന, നമ്മുടെ അടുക്കൽ ബിസ്മി ഉപേക്ഷിക്കപ്പെട്ടിട്ട് തിന്നും പോലെയാണ്. ബിസ്മി ചെല്ലം നമ്മുടെ അടുക്കൽ സുന്നത്താണ്. അപ്പൊ ബിസ്മി ഉപേക്ഷിച്ചുകൊണ്ട് തിന്നൽ എന്താണ്? കറാത്തായി. അത് അതിന്റെ ദാത്തിനുള്ള കറാത്താണ്. അപ്പൊ താറത്തന്നേക്കറോലി സൗബി മഫ്സത്തിൻ തതറത്തബു അലൈഹി. ചിലപ്പോ ദാത്തിന് വേണ്ടി ശറഅ് കറാത്താക്കൂല, പിന്നെന്താവും ശറഅ് വെറുക്കുന്നത്? അതിനാൽ തറത്തുബായി വരുന്ന ഒരു ഫസാദ് ഉണ്ട്, ആ ഫസാദ് വരും. ദാത്തെന്നൽക്കല്ല, ഫസാദ് അവിടെ ഉണ്ടാവുന്ന ഭയന്നുകൊണ്ട് കറാത്താവും. ഏതുപോലെയെങ്കിൽ ഖുബിലത്തിൽ സായിമില്ല വികാരത്തെ, നോമ്പുകാരന്റെ വികാരത്തെ ഇളക്കി പുറപ്പെടുവിക്കാത്ത വിധത്തിൽ നോമ്പുകാര് ചുംബിക്കും പോലെയാണ്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ചുംബിക്കൽ കറാഹത്താണ്, വികാരം ഇളക്കി പുറപ്പെടുന്നില്ല എങ്കിൽ. അപ്പൊ അവിടെ കറാത്ത് വരാൻ കാരണം എന്താണ്? ദാത്തിക്ക് എന്നൊക്കെ ചുംബിക്കൽ കറാത്തൊന്നുമില്ല. പക്ഷേ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ചുംബിക്കൽ കറാത്ത് വരാൻ കാരണം ശറഅ് വെറുത്തത് ആ ചുംബിക്കലിനാൽ അവിടെ ഫസാദ് വരും. എന്താ ഫസാദ്? അവിടെ ബന്ധപ്പെടലേക്കൊക്കെ വരൂലേ? അങ്ങനെ ഫസാദ് പേടിച്ചതുകൊണ്ട് കറാത്താക്കി. അപ്പൊ നോമ്പുകാരൻ ചുംബിക്കൽ കറാത്താന്ന് വെച്ചു. അപ്പൊ പിന്നെ ഇത്തരം കാര്യങ്ങളെ തൊട്ടവർ സുഖമെടുക്കുക, അനുഗ്രഹമെടുക്കുക എന്നതിനെ ഉപേക്ഷിക്കുന്നത്, അതാണ് ഒരു ഉപേക്ഷിക്കുന്നത്. കാരണം അന്നഹു യതറത്തബു അലൈഹി മഫാസിദുൻ ഹാലിയ, അവിടെ സാന്ദർഭികമായിരിക്കുന്ന ഒരുപാട് ഫസാദുകൾ അതിനെ തറത്തുബായിട്ട് വരും. ആ തൻഅമുണ്ടായാൽ ഏതുപോലെയൊക്കെ റുക്കൂഇൽ ദുനിയ, ഈ സുഖം എടുക്കുമ്പോ ദുനിയാവിലേക്ക് ചാഞ്ഞു എന്ന് വരും. അത്തരം ചായകൾ ഇല്ലാതിരിക്കലാണ് ലക്ഷ്യം, അതുകൊണ്ട് ഉപേക്ഷിച്ചതാണ്. അത് സാന്ദർഭികമായി അപ്പൊ തന്നെ വരും. ആലിയത്തുൻ, അതുപോലെ തന്നെ ഇപ്പൊ വരൂല, നാളെ പിന്നീട് അതുണ്ടാകും, ഫസാദ് ഉണ്ടാകും. അതേതുപോലെ ലിസാബി അലൈഹിൽ ആഖിറത്തി, ആഖിറത്തിൽ അതിനെ കുറിച്ച് ചോദ്യം വരും. അപ്പൊ അതും വിഷയം. ഇതൊക്കെ പാടെ ഓർത്തിട്ടാണ് അവരത് ഉപേക്ഷിക്കുന്നത്. മാത്രമല്ല അസ്മുൽ ഖിയാമി ശുക്രി വൈരിദാലിക, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കണം, അതില്ലാതിരിക്കുക, മറ്റു പല കാര്യങ്ങളൊക്കെ വരും. അത്തരം ഫസാദുകളും ആലിയത്തം നിൽക്കും, ഹാലിയത്തം നിൽക്കും. അപ്പൊ ദുനിയാവിലെ ആഖിറത്ത് വരും. അത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സുഖങ്ങൾ അവർ വെടിയുന്നത്, അല്ലാതെ മറ്റൊന്നുകൊണ്ടല്ല. അപ്പൊ ചുരുക്കത്തിൽ എന്താണെന്നറിയാമോ? ഹലാലായ സംഗതിയാണെങ്കിലും അവിടെ സൂക്ഷ്മത പാലിക്കണം, ഈ കാര്യങ്ങൾ ഓർത്തിട്ട് എന്നർത്ഥം. വദ്ദലീലു അലാ അന്ന തർക സുബ്ഹാത്തി വറഉൻ, സുബ്ഹയായ കാര്യത്തെ ഉപേക്ഷിക്കണം എന്നതിന്റെ മേലുള്ള ദലീല് ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് ഹബീബാനബി തങ്ങളെ വാക്കാണ്. ലിമൻ തസവ്വദ ഇംറഅതൻ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച അയാളോട് നബി തങ്ങൾ പറഞ്ഞു. എങ്ങനത്തെ പെണ്ണ്? കാലത്ത് ലഹു സൗദാ, നബിനോട് വന്നിട്ട് എന്ത് പറഞ്ഞു? സൗദ വന്നിട്ട് പറയുകയാണ്, ഒരു കറുത്ത പെണ്ണ് വന്നിട്ട് പറയാണ്,
അത് അർലാത്തുക്കുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ എന്താണ് മുല കൊടുത്തിട്ടുണ്ട്, ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഞാൻ മുല കൊടുത്തിട്ടുണ്ട് നബിനോട് വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു. ഒരു പെണ്ണ് കല്യാണം കഴിച്ചപ്പോ അതിന് ശേഷമാണ് തള്ള വന്നിട്ട് പറയണം. അലൈസ വഖദ് ഖീല, അങ്ങനെ പറയപ്പെട്ടിട്ടില്ലയോ എന്ന് ചോദിച്ചു. എന്നിട്ട് നബി തങ്ങൾ അൻക, അയാളോട് പറഞ്ഞു, ജാ പെണ്ണിനെ കാര്യം തീർത്ത് ഒഴിവാക്കിക്കളാം, കാരണം ഇവിടെ ശുഭ വന്നു, ശുഭ വന്നതുകൊണ്ട് ഉപേക്ഷിക്കലാ നല്ലത്, അല്ലെങ്കിൽ അറാമിലേക്ക് ചെന്നുപെടും. കാരണം ഈ പെണ്ണ് വന്ന് മുല കൊടുത്തു എന്നുള്ള പറയണം, അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഖൗലുഹു ലി സൗജതിഹി സൗദത റളിയല്ലാഹു തആല അൻഹ, പിന്നെ നബി തങ്ങളുടെ ഭാര്യയായ സൗദാ ബീബിയുടെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലമ്മ ഖതസമ അഖൂക അബ്ദു വ സഅദ് ബിൻ അബി വഖാസ്, സഹോദരനായിരിക്കുന്ന അബ്ദും സഅദ് ബിൻ അബി വഖാസും ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കിച്ചു. ബിൻ വലീദത്തി അബീഹ സംഅത്ത്, സൗദാബിയുടെ പിതാവായിരിക്കുന്ന സംഅത്ത്, ആ സംഅത്തിന്റെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കാര്യത്തിലാണ് സൗദാബീബിയുടെ സഹോദരനായ അബ്ദും അതുപോലെ സഅദ് ബിൻ അബി വഖാസും തമ്മിലുള്ള തർക്കമുണ്ടായി. ഫഅലഖു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അബീഹ, അങ്ങനെ ഇരിക്കെ ഇബ്നു വലീദ് എന്താക്കി, നബി തങ്ങള് സൗദാ ബീബിയുടെ പിതാവിനോട് ചേർത്തിട്ട് ആ പിതാവിന്റെ കുട്ടിയാന്ന് പറഞ്ഞു. ബി ഹുക്മിൽ ഫിറാസ്, അതെങ്ങനെയാണ് ഫിറാസിന്റെ വിധിയ. അൽ വലദുൽ ഫിറാസ്, ആർക്കാണോ കുട്ടി വിരിച്ചു കൊടുത്തതുമ്മ, അങ്ങനെ വരുമ്പോൾ ആ വിരിച്ച ആൾക്കുള്ള കുട്ടിയാണ് എന്ന് പറയാം. അപ്പൊ ഇയാൾ ബന്ധപ്പെട്ടു ആ പെണ്ണുമായി, അപ്പൊ ജനിച്ച കുട്ടിയാണ് എന്ന് പറയാം. ഫലാകിന്നഹു റഅ ബിഹി ശുബ്ഹൻ ബയ്യിനൻ, എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ വ്യക്തമായിരിക്കുന്ന ഒരു ഒരു ശുബ്ഹ, തിരിച്ചറിവില്ലായ്മ കണ്ടു. അതെങ്ങനെ, ബി അതബത്തി അഖീ സഅദ്, തന്റെ സഹോദരൻ സഅദി എന്നവര് ആക്ഷേപിച്ചത് കൊണ്ടാണ് നബി തങ്ങൾ അതിൽ കണ്ടത്. അപ്പോ നബി തങ്ങൾ പറഞ്ഞു എന്താണ്, അത് ശുബയിലേക്ക് എത്തിച്ചു. അപ്പൊ എഴുത്തജിബി ബിന്നു യാ സൗദ, സൗദേ നീ ഇയാളെ തൊട്ട് പറഞ്ഞു പോണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്തായി, സുബ്ഹ വന്നു. സുബ്ഹ വരുന്ന സമയത്ത് ഇബ്നു വലീദ് എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ എന്തായിരിക്കും, സഹോദരനാണെങ്കിലും ഇപ്പൊ സഹോദരനാണോ അല്ലെങ്കിൽ തർക്കാണ്, അതുകൊണ്ട് വിഷമുണ്ട്, മാറി നിൽക്കുന്നു പറഞ്ഞു. ഇതൊക്കെ എന്താണ്, സുബ്ഹ വന്നപ്പോൾ ഉപേക്ഷിക്കുവാനുള്ളതായ സംഗതി, ഹറാമായിട്ടല്ല, അത് സുബ്ഹയാണത്. ഖാല ജംഹൂറുൽ ഉലമായി, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാര് പറയുന്നു, അൽ ഇഫ്താഉ അൽ അവ്വലു തഹറദുൻ അൻ സുബ്ഹ, ഒന്നാമത്തെ ഫത്വ കൊടുത്ത എന്താ, സുബ്ഹത്തോട് സൂക്ഷിക്കലാണ്. ഏത്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത്. വഹസ്സുൻ അൽ അഹ്വത്ത്, ഏറ്റവും ദുഷ്കം പ്രവർത്തിക്കുക എന്നതിന്റെ മേലിൽ എന്താണ്, പ്രേരിപ്പിക്കലും കൂടിയാണ്. ഖൗഫു മിനൽ വഖൂഇ ഫർജിൻ മുഹറമിൻ, ഹറാമ ഫീ ഫർജിൻ മുഹറമിൻ, വിവാഹബന്ധം ഹറാമായിരിക്കുന്ന സ്ത്രീയുടെ ലൈംഗിക ബന്ധത്തിൽ സംഭവിക്കൂലേ, അത് പേടിച്ചിട്ട്. ബിതഖ്ദീരി സിദ്ഖിൽ മുർളിഅത്തി, മുല കൊടുത്ത പെണ്ണ് പറഞ്ഞ സത്യമാണെന്ന സങ്കല്പ പ്രകാരം. അപ്പോൾ എന്താണ്, ഭാര്യ ഭർത്താക്കന്മാർ സഹോദര സഹോദരിമാരായി. അപ്പൊ അത് ഇസ്ലാമിൽ നിഷിദ്ധമായ പരിപാടിയാവില്ല, അത് ഭയന്നിട്ടാണ് ഒഴിവാക്കാൻ പറഞ്ഞത്. ലാ തഹരീമുൻ സിർഫുൻ, അല്ലാതെ തനിച്ച് വെറും ഹറാമ് എന്ന നിലക്കല്ല. ഇവിടെ വാക്കെടുത്തുകൊണ്ട് സ്വീകരിച്ചും വരുമ്പോൾ ഹറാമാണ്. ലിൽ ഇജ്മാഇ അലാ അന്ന ശഹാദത്തുൻ ഇംറഅത്തിൻ വാഹിദത്തിൻ വഗൈറു കാഫിയത്തിൻ ബി മിസ്ലി ദാലിക, അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരൊറ്റ സ്ത്രീ വന്ന് സാക്ഷി നിൽക്കുക എന്നുള്ളത് മതിയാവാത്തതാണ്, ഇജ്മാഅാണ്. അപ്പൊ ഇവിടെ ഒരു പെണ്ണെ നിൽക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ വാക്കെടുത്ത് നോക്കുമ്പോ ഹറാം വരും, അല്ല തനിച്ചൊരു ഹറാമാണ് നോക്കി പറയാനില്ല. ഫസ്താനി, സൗദാബിയോട് പറഞ്ഞ രണ്ടാമത്തെ പത്ത് കൊടുത്ത് മറഞ്ഞു നിൽക്കുന്നു പറഞ്ഞതും അപ്രകാരം തന്നെ കൂട്ടാനുള്ളൂ. സുബ്ഹത്തോട് സൂക്ഷിക്കുവാനും ഏറ്റവും ദുഷ്പ്രവൃത്തികൾ പ്രേരിപ്പിക്കലും കൂടിയാണത്. എന്തുകൊണ്ട്, നിശ്ചയമായിട്ടും ഇബ്നു വലീദ് എന്ന് പറയുന്ന വിഷയത്തിൽ തർക്കം വന്നപ്പോ ഇബ്ന് സൗദാ ബീവിയുടെ സഹോദരനാണെന്ന് വിധിച്ചിരുന്നു. പിന്നെ അംറു ഖാബിൽ ഇഹ്തിജാബി അൻഹു, ആ കുട്ടിയെ തൊട്ട്, ആ സഹോദരനെ തൊട്ട് മറഞ്ഞു നിൽക്കണമെന്ന് നബി തങ്ങൾ സൗദാബിയോട് കൽപ്പിച്ചത്
മുജറദ് എഴുത്തിയാത്തിൻ, അത് വെറൊരു ദുഷ്കം പ്രവർത്തിക്കുക എന്നുള്ള മാത്രമാണ്. അപ്പൊ ജീവിതത്തിൽ ആകെ ദുഷ്കം വേണമെന്നർത്ഥം. നദറൻ ഇലാമാ ഫീഹി മിന ശബഹി അൽ ബയ്യിനി ബി അതബ, അതബത്ത് കൊണ്ട് ആക്ഷേപിക്കലോ ഒന്നല്ല അവിടെ, ആ അതബത്ത് കൊണ്ട് വ്യക്തമായ ഒരു ശുഭ അതിനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ അതബത്ത് ചോദിച്ചാല് അൽ മുഖ്തമി കൗനുഹു അജ്നബിയൻ അൻഹ, ആ ആക്ഷേപം കൊണ്ട് വരുമ്പോ ഇബ്നു വലീദ എന്ന് പറയുന്ന ആളെന്താകും, സൗദാബിയുടെ തൊട്ട് അന്യ ആളായിട്ട് വരും. അത്തരം ഒരു സുബയെ തേടുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. വഹാദ മുഅ്ദിനും, ഇത് അറിയിക്കുന്നതാണല്ലോ ബി അന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ഒരു വിഷയം നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൻ യഅലം ബാത്തിനൽ അംരി, ഉള്ളിൽ കാര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് നബി തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ഇതുകൊണ്ട് അറിയിക്കുന്നുമുണ്ട്. വയില്ല, നബി തങ്ങൾ അങ്ങനെ അറിയുമായിരുന്നുവെങ്കിൽ അമറഹാബിദാലിക്ക, സൗദാ ബീവിയോട് എന്ത് പറയുമായിരുന്നില്ല, മറഞ്ഞു നിൽക്കാൻ പറയുമായിരുമോ? ഇല്ല. പിന്നെ പറഞ്ഞത് എന്തുകൊണ്ടാ? അതിന്റെ രഹസ്യം നബി തങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. മുഫ്തി, അത് മാത്രമല്ല ഈ സംഭവം അറിയിക്കുന്നത് ഒരു ഫത്വ കൊടുക്കുന്ന അത്യാവശ്യമാണ്. ഐ യുജീബാബിൽ ഇഹ്തിയാത്തി ഫിൻ നവാസിൽ മുഹ്തമിലത്തിൽ തഹരീമി വ തഹ്ലീലി, ഹലാലാക്കാനും ഹറാമാക്കാനും സാധ്യതയായി വരുന്ന എന്തെല്ലാം വിപത്തുകളായി വരുന്ന സംഗതികളുണ്ടോ, അത്തരം പുതിയ കാര്യങ്ങൾ ദുഷ്കം പ്രവർത്തിക്കണം, അതനുസരിച്ച് ആ ഫത്വ കൊടുക്കേണ്ടത് എന്ന് മുഫ്തിക്ക് അത്യാവശ്യമായ കാര്യമാണ്. എന്തുകൊണ്ട്? ഫത്വ കൊടുക്കുന്ന ആളുടെ മേലിൽ ഈ പറയുന്ന സംഭവ വികാസയുടെ കാരണങ്ങൾ തിരിച്ചറിയാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ദുഷ്കം പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഉദാഹരണമായി പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, ബാങ്ക് പലിശ ഹറാമാണെന്നും ഹറാമല്ലെന്നും, നാണയത്തിൽ സക്കാത്തുണ്ട്, കറൻസി സക്കാത്തുണ്ടെന്നും സക്കാത്തില്ലെന്നും തർക്കം നടക്കുന്നുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ആവട്ടെ, അവിടെ ദുഷ്കം പ്രവർത്തിച്ചു നോക്കുകയാണെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ അത് തർക്കം വെക്കുമ്പോ തർക്കമുള്ള കാര്യമൊക്കെ ഉപേക്ഷിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. വാസ്തവത്തിൽ എന്തില്ല, 2 നാണയമുള്ളൂ, 3ാമത് നാണയമല്ല, അത് വേറെ വിഷയം. വൈൻ അലിമ ഹുക്മഹ യഖീനൻ ബിഇതിബാരി ളാഹിരി ശറഈ, ശറഇന്റെ പ്രത്യക്ഷത്തിനെ പരിഗണിച്ചു നോക്കുമ്പോ ആ മുസ്തബഹായ സംഗതികളുടെ വിധി ഇന്നതാണെന്ന് ഉറപ്പായി അറിയുകയാണ് എങ്കിൽ, അങ്ങനെ വന്നാലും ശരി, സംഗതികൾ എന്താണ് ഇവിടെ ഇസ്തിബാണ് സബബ്. അപ്പൊ അതുകൊണ്ട് എന്താണ് അവിടെ ദുഷ്കം പ്രവർത്തിക്കുകയാണ് വേണ്ടത്. വമിമ്മൻ സർവഹ ബിമാ മർറ തസ്വീബുഹു, സവാബാക്കൽ എന്ന് പറഞ്ഞാല് ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞില്ലേ, മൂപ്പര് സവാബാക്കി പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ വ്യക്തമാക്കി പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇബ്നു മുൻദിർ എന്നാളും. എവിടെ? ഐസ് കാല, മൂപ്പര് പറഞ്ഞിടത്ത് മാ തയഖന ഇർമതുഹു വശക്ക ഫീ ബഖാഇ സബബി തഹരീമിഹി ബാഖിൻ അലാ അസ്ലി തഹരീമിഹി എന്നാണ്. ഒരു വസ്തു അത് നിഷിദ്ധമാണെന്ന് ഉറപ്പായി, അങ്ങനെ ഉറപ്പായിരിക്കെ ഇനി അത് നിഷിദ്ധമാക്കാൻ പറ്റുന്ന കാരണം ഇപ്പോൾ അവശേഷിക്കുന്നു എന്ന കാര്യത്തിലെ തർക്കം. അതിൽ സംശയമുണ്ട്. ഉറപ്പാണ് ഹറാമാന്ന്, പക്ഷേ സംശയം അതിന്റെ കാരണത്തിലാണ്. അതിപ്പോ അവശേഷിക്കുന്നുണ്ടോ അല്ലേ? അല അസ്ലി തഹരീമിഹി, അത് അതിനെ ഹറാമാക്കുക എന്ന അടിസ്ഥാനത്തിന്റെ മേലെ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ടോ അല്ലേ? സംശയം വന്നു. അക്കസുബിൽ അലാലി, ഹലാലിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഹലാലാണെന്ന് ഉറപ്പുണ്ട്, പക്ഷെ അതിന്റെ ഹലാലാക്കാനുള്ള കാരണം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ടോ അല്ലേ എന്നിങ്ങനെ സംശയം പറഞ്ഞാണ്. ഇങ്ങനെ പറഞ്ഞിടത്ത് ഇബ്നു മുൻദിറും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കി ഖുർത്തുബി പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞത്. കാരണം ലി ഖബരി വലാ യൻസരിഫു ഹത്താ യസ്മഉ സൗതൻ ഔ യജിദ റീഹൻ, വലാ യൻസരിഫു, അവൻ നിസ്കാരം തിരിഞ്ഞു പോണ്ട, ഹത്താ യസ്മഉ സൗതൻ, ശബ്ദം കേൾക്കുന്നവരെ, ഔ യജിദ റീഹൻ, അല്ലെങ്കിൽ വാസന അവൻ കിട്ടുന്നത് വരെ. അപ്പൊ ഒന്ന് മുറിയാന്ന് ഉറപ്പ് വേണമെങ്കിൽ എന്ത് വേണം? ശബ്ദം കേൾക്കണം, അല്ലെങ്കിൽ ഇത് വേണം, എന്ത്? വാസന കിട്ടണം. ഇതുള്ളത് വരെ പോകരുത് എന്നാണ് ഹദീസ് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായി? ഉറപ്പുണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്നല്ലേ. അപ്പൊ സംശയത്തോട് തെളിവില്ല, ഉറപ്പോടെ തെളിവാക്കാന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇനി നമുക്ക് റാജിയാക്കാൻ പറ്റുന്ന ഹലാലാണെങ്കിൽ അങ്ങനെ എടുക്കാം, ഹറാമാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അങ്ങനെയല്ല, ഹറാമും ഹലാലും സാധ്യതയുണ്ട്, ഹറാമെന്ത് ഹലാലെന്ന് വ്യക്തമാക്കി റാജിയാക്കാൻ പറ്റുന്ന ഒന്നില്ല. എന്നാ ഞാൻ എന്താ ചെയ്യാ?
അൽ അഹ്സനു തനസ്സുഹു അൻഹു, എന്നാ പിന്നെ അതിനെ തൊട്ട് പരിശുദ്ധമാവുക എന്നതാണ് ഏറ്റവും നല്ലത്. കമാ തനസ്സഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ദംറത്തിൻ സാഖിതത്തിൻ ഫീ ബൈതിഹി, നബി തങ്ങളുടെ വീട്ടിൽ വീണതായിരിക്കുന്ന ഒരു കാരക്ക ഉണ്ടായിരുന്നു. ആ കാരക്കയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭക്ഷിക്കാതെ സംശുദ്ധമായതുപോലെ. കാരണം എന്താ? അത് ഹലാലാണ്, ഹറാമക രാജ ഒന്നുമില്ല, അപ്പൊ എടുക്കണ്ട വെച്ചു. അപ്പൊ ഇത് നബി തങ്ങൾ പറഞ്ഞു, ലൗലാ അഖ്ശ അൻ തകൂന മിന സ്വദഖതി ലഅകൽതുഹാ, ആ വീണ കാരക്ക അത് ധർമ്മത്തിൽപ്പെട്ടതാവും സദഖയിൽപ്പെട്ടതാകും എന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാനത് തിന്നുമായിരുന്നേനെ. പക്ഷെ അതാവാലോ, അപ്പൊ ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഹലാലാക്കാൻ പറ്റുന്ന രാജ ഒന്നും ഇവിടെ അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായി ഉപേക്ഷിച്ചു എന്നതുപോലെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉപേക്ഷിക്കലാണ് എന്നർത്ഥം. അപ്പൊ യഖീനുള്ളത് എടുക്കുക, സംശയമുള്ളതൊക്കെ ഒഴിവാക്കുക എന്നർത്ഥം. വൈദാ തഖററ, അപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് തഖ്രീറായി വന്നു. ഇനി തഖ്രീറായി വന്നാൽ എന്ത്? അന്നൽ മുസ്തബഹ മുതറദ്ദിദുൻ ബൈനൽ ഹറാമി വൽ ഹലാലി, തിരിച്ചറിയാത്തത് ഹറാമ് ഹലാല് എന്നതിന്റെ ഇടയിലുള്ള ഇടയാട്ടമാണ് എന്നാണ് തഖ്രീറെങ്കിൽ, എന്തുകൊണ്ട്? തആറുദി സബബിഹിമ, ഹലാല് ഹറാമ് എന്നതിന്റെ കാരണങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളായി വന്നു. അതുകൊണ്ടാ തറദ്ദുദ് വന്നത്. വതനാസുഇ ദലീലിഹിമ, അത് രണ്ടിന്റെ ദലീലും തമ്മിൽ തർക്കമായി വന്നു. എന്നാൽ അന്നൽ ഔലാ വൽ അഹ്വാത്ത്, ഏറ്റവും നല്ലതും ദുഷ്കരമായതും എന്താ? അത്തനസുഹു അൻഹു, എന്നാ പിന്നെ അതിനെ തൊട്ട് ഉപേക്ഷിക്കലാണ്, സംശുദ്ധമായി നിൽക്കലാണ്, പരിശുദ്ധമാകലാണ്. എന്തുകൊണ്ട്? ഖൗഫൻ മിനൽ വഖൂഫിൽ ഹറാമി അലാ അഹദി തഖ്ദീറൈനി, രണ്ട് തഖ്ദീറിൽ ഏതെങ്കിലും ഒരു തഖ്ദീർ എടുത്താൽ ഹറാമി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കല്ലതുകൊണ്ട് അത് എടുക്കാതിരിക്കലാണ് നല്ലത്. അറിയപ്പെട്ടു പോയി അന്നൽ മുസ്തബഹാത്തി അലാ ഖസ്മൈനി, മുസ്തബഹായ സംഗതി ഹറാമ് ഹലാലെന്ന് വ്യക്തമാവാത്തത് രണ്ട് ഓഹരിയുടെ മേലിലാണ്. എങ്ങനെ? ബിൻ നിസ്ബത്തി ലിമൻ ഹിയ മുസ്തബഹത്തുൻ അലൈഹി, രണ്ടോഹരി പേരിലെങ്ങനെ? ആ മുസ്തബഹായ കാര്യം അവന്റെ മേൽ തിരിച്ചറിയാത്തതാണ് എന്നത് വെച്ച് അവനെ കൊള്ള ചേർത്തി വരുമ്പോ രണ്ടോഹരി. അലാ സലാസത്തി അഖ്സാമിൻ, മൂന്ന് ഓഹരിയുടെ മേലിൽ അത് വരും ചെയ്യും. അങ്ങനെ വരാം. ലാബി നിസ്ബത്തിൽ ഇതാരിക്ക, അത് അതിലേക്ക് ചേർത്തിക്കൊണ്ടല്ല വരുന്നത്, അത് വേറെ നിലക്കായിട്ട് വരിക. മുത്തഖീഹ എന്ന് പറഞ്ഞാല് അതിനെ സൂക്ഷിക്കുക, മുസ്തബഹായതിനെ സൂക്ഷിക്കുക എന്നതിലേക്ക് ചേർത്തിക്കൊണ്ട്, അല്ലാതെ ദാത്തിനെ വ്യക്തിയെക്കൊള്ള ചേർത്തി നോക്കിയിട്ടല്ല. വൽ വാഖി ഫീഹ മാ ഇസ്തിബാഹിഹ അലൈഹി, അവന്റെ മേലിൽ അത് തിരിച്ചറിയാതിരിക്കുക എന്നതോടൊപ്പം തന്നെ ആ മുസ്തബഹായ കാര്യം സംഭവിക്കുന്നു. വൽ വാഖി ഫീഹ ലാ മാ ഇസ്തിബാഹിൻ, ഇസ്തിബാഹ് ഇല്ലാതെ തന്നെ മുസ്തബഹായ സംഭവിക്കുക. യഅലമ ഹുക്മഹ, അതെങ്ങനെയാണ്? അതിന്റെ വിധി അവൻ അറിയുക. അങ്ങനെ അറിയൽ കൊണ്ടാണ് ഇസ്തിബാഹ് ഇല്ലാതിരിക്കുക. ആ ഇസ്തിബാഹ് ഇല്ലാത്തതോടൊപ്പം തന്നെ ഇസ്തിബാഹ് സംഭവിക്കാം. പിന്നെ അവൻ ഇസ്തിബാഹ് ഉള്ളതോടുകൂടി ഇസ്തിബാഹ് സംഭവിക്കാം. അതിന് തെക്കുവ ചെയ്തിട്ട് അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാർ അങ്ങനെ പല നിൽക്കും വരാം. ഇങ്ങനെ വന്നപ്പോൾ ഇഖ്തസറ സല്ലല്ലാഹു അലൈഹി വസല്ലം അല ഖസ്മൈനിൽ അവ്വലൈനി, അപ്പൊ ആദ്യം പറഞ്ഞ രണ്ട് ഓഹരിയുടെ മേൽ ലഭിതങ്ങൾ ചുരുക്കി. മൂന്നാമത്തേത് ഇസ്തിബാഹു ഇല്ലാതെ ഇസ്തിബാഹ് സംഭവിക്കുക എന്ന മൂന്നാമത്തെ ഒരു കളഞ്ഞു. എന്തുകൊണ്ട്? ലുഹൂരി ഹുക്മി, അതിന്റെ വിധി ഒളിവായതല്ലേ, അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ രണ്ട് ഓഹരിയായി. ഒന്ന് സൂക്ഷിക്കുക, ഒന്ന് ഇസ്തിബാഹ് ആയതോടുകൂടി തന്നെ സംഭവിക്കുക. അപ്പൊ വഖാല, അങ്ങനെ രണ്ട് ഓഹരി മേൽ ചുരുക്കിയിട്ട് നബിതങ്ങൾ പറഞ്ഞു ഫമനിത്തഖാ എന്ന് പറഞ്ഞു. ഫമനിത്തഖാ എന്ന് പറഞ്ഞു. പിന്നെ തഖ്വ, തഖ്വ എന്നുള്ള ഇത്തഖ വഹിയ ലുഗതൻ, ഭാഷാപരമായിട്ട് തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ?
ജഅലുൻ നഫ്സി ബി വിഖായത്തി മിമ്മാ യഖാഫു, ശരീരം പേടിക്കുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അക്കാര്യങ്ങളെ തൊട്ടൊക്കെ സൂക്ഷിക്കുക, കാക്കുക എന്ന വിഷയത്തിൽ ശരീരത്തെ ആക്കുന്നതിന് ലുഗത്തിൽ തഖ്വ എന്ന് പറയാം. വശറഅൻ ഹിഫ്ളുൻ നഫ്സി അനിൽ ആസാമി വമാ യജുറു ഇലൈഹ, കുറ്റങ്ങളെ തൊട്ടും കുറ്റത്തിലേക്ക് വലിഞ്ഞുകൂടുന്ന കാര്യങ്ങളെ തൊട്ടും ശരീരത്തെ സൂക്ഷിക്കുക, സംരക്ഷിക്കുക. ഇതാണ് ശറഇൽ തഖ്വ. വഹിയ ബി ഉർഫിൻ സൂഫിയ്യ ഖദ്ദസല്ലാഹു തആല അർവാഹും. എന്നാൽ തഖ്വ സൂഫിയാക്കളുടെ ഉർഫിൽ എന്താ പറയാ? അത്തബർരി മിമ്മാ സിവല്ലാഹി സുബ്ഹാനഹു വതആല ബിൽ മഅനൽ മഅറൂഫിൽ മുഖറരി ഇൻദഹും. സൂഫിയാക്കളുടെ അടുക്കൽ ഉറപ്പിക്കപ്പെട്ട അറിയപ്പെട്ടൊരു ആശയമുണ്ട്. ആ ആശയപ്രകാരം അല്ലാഹു തആല അല്ലാത്ത ഏതെല്ലാം മഖ്ലൂഖുണ്ടോ അതിനെ തൊട്ടൊക്കെ വെടിഞ്ഞു ഒഴിഞ്ഞു നിൽക്കലാണ് വെറും അള്ളാഹ്. ഇതാണ് സൂഫിയാക്കളുടെ ഭാഷയിൽ, അവരുടെ ഉറുപ്പിൽ, ഭാഷയിൽ അവരുടെ ഉറുപ്പിൽ തഖ്വ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തഖ്വ ചെയ്താൽ, സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞു. ഇനി അവിടെയുള്ള ഭാഷ പറയണം അതയില ഇത്തഖ അൻ തറക്ക. തറക്ക എന്ന് പറയേണ്ടിടത്ത് നബിതങ്ങൾ ഇത്തഖ എന്നതിലേക്ക് തെറ്റി. അൽ മുറാദിഫി ലഹുന, ഇവിടത്തിൽ വാസ്തവത്തിൽ തറക്ക എന്നതിനോട് തഖ്വയോട് യോജിക്കാന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുന്ന തറക്കയാണ്. അപ്പൊ ഇവിടെ തറക്ക എന്ന് പറയണം, അതാണ് യോജിപ്പം. എന്നിരിക്കെ അതിനെയും വിട്ടുകൊണ്ട് ഇത്തഖ എന്നതിലേക്ക് നീങ്ങിയത് ലി യുഫീദ അന്ന തെറുക്ക, നിശ്ചയമായിട്ടും ഈ സുബഹകളെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഇന്നമാ യുഅ്തദ്ദു ബിഹി ഇസ്തിബ്റാഇദ്ദീനി വൽ അർള്, അഭിമാനം, അതുപോലെ തന്നെ ദൈന്, അറള്, അഭിമാനം, അതുപോലെ തന്നെ കടം എന്നിവ ഒഴിവാക്കുന്ന കാര്യത്തിൽ മാത്രമാണ് പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് തെർക്ക്. അപ്പോ ഇൻ ഖല അൻ റിയാഇൻ വനഹ്വിഹി, ലോകമാന്യത അതുപോലെയുള്ള കാര്യങ്ങളെ തൊട്ട് ഒഴിവായാൽ, വഇൻ സ്വൈബഹു ഖസ്ദു ബറാഅത്തി അഹദിഹിമാ ഫഖത്ത്, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്താണെന്നറിയാമോ ഒഴിയണം എന്ന കരുത്ത് സഹവസിച്ച് വന്നാലും റിയാദിനെ തൊട്ട് ഒഴിവാവുകയാണ് എങ്കിൽ അന്തസ്സിനെയും അതുപോലെ തന്നെ ദീനും അറന്നും ഇത് രണ്ടിനെയും ഒഴിവാക്കുക എന്നതിൽ പരിഗണിക്കപ്പെടുന്നതാണ് തെർക്ക്. അപ്പോ ഇവിടെ തെർക്കല്ല പറയേണ്ടത്, പിന്നെന്താ പറയേണ്ടത്? ഇത്തഖ എന്നാണ് പറയേണ്ടത്. തെർക്ക് പറഞ്ഞാലുള്ള പ്രശ്നം ഇങ്ങനെയാണ് മനസ്സിലാക്കി തരിക. അസുബ്ഹാത്തി, സുബ്ഹകളെ എന്ന് പറയേണ്ടടുത്ത് സുബ്ഹാത്തുല്ലാഹിറാക്കി കൊണ്ടുവന്നു. അത് തബ്ഖീമൻ ലിശൈനി ജിത്നാബി സുബ്ഹാത്തി, ശുഭകളായ കാര്യങ്ങളെ ദൂരീകരിക്കുക എന്ന കാര്യം, ആ ദൂരീകരിക്കുന്നതിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഹിയൽ മുസ്തബഹാത്തു ബി ഐനിഹ, ഈ സുബ്ഹ എന്ന് പറഞ്ഞത് തന്നെ അതിന്റെ ബി ഐനൽക്ക് മുസ്തബഹാണ്. ശുബ്ഹത്തു, ശുബ്ഹ എന്ന് പറഞ്ഞാൽ മാ യുഖയ്യലു ലിന്നാദിരി അന്നഹു ഹുജ്ജത്തുൻ വലൈസ കദാലിക, ആലോചിക്കുന്ന ആൾക്കത് തെളിവായിട്ട് തോന്നിപ്പിക്കപ്പെടും, വാസ്തവത്തിൽ അങ്ങനെയല്ല. അതാണ് ഇപ്പൊ ഉരീദ ബിഹ ഹുന മാ മറ ബി തഅരീബിൽ മുസ്തബഹി, മുസ്തബഹിന്റെ നിർവചനത്തിൽ എന്താണോ പറഞ്ഞത് അതാണ് ഇവിടെ ശുബ്ഹ കൊണ്ട് ഉദ്ദേശം, മറ്റൊന്നല്ല. എന്നാൽ ശുബ്ഹയെ സൂക്ഷിച്ചാൽ, ഉപേക്ഷിക്കല സൂക്ഷിച്ചാൽ, പേടിച്ചാൽ ഫഖദിസ്തബറ, അവൻ ഒഴിവായി. ബിൽ ഹംസത്തി, ഹംസ കൊണ്ട് വായിക്കണം. ഫഖദ് യുഖഫഫു, ചിലപ്പോൾ ഉണ്ടാകാം ലഘുവാക്കം ഇസ്തബറ. ത്വലബൽ ബറാഅത ലിദീനിഹി, അവന്റെ ദീനിലേക്കുള്ള ബറാഅത്തിന് അവൻ തേടി എന്നതിന്റെ അർത്ഥം. ഇത് പറഞ്ഞാൽ ശറയിൽ ആക്ഷേപിക്കപ്പെടാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയുണ്ടോ അതിനെ തൊട്ട് അവൻ ഒഴിവായി. അതാണ് ദീന് അവൻ ഉപേക്ഷിക്കുന്ന, ദീനിനെ അവന്റെ ബറാഅത്ത് തേടി എന്നതിന്റെ അർത്ഥം അതാണ്. ആക്ഷേപം വരൂല.
വഹസ്സലഹ ലഹു, അങ്ങനെ ബറാത്ത് അവരെന്തായി അത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഏതുപോലെ ബൗലി ഹസ്സൽ ബറാത്ത മിൻഹു, മൂത്രത്തെ തൊട്ട് ഇസ്തിബ്ര നടത്തിയാൽ ആ മൂത്രം തൊട്ട് ഒഴിവാവുന്നില്ല ഉണ്ടാക്കി തീർക്കൂലെ എന്നതുപോലെ തന്നെയാണ് സുബഹൊക്കെ ഒഴിവാക്കിച്ചാൽ അതൊക്കെ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ ദീൻ രക്ഷപ്പെട്ട് കഴിഞ്ഞു അർത്ഥം. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം.